ഇല്ല, ഞങ്ങൾ അന്ന് തന്നെ പിന്നെ വക്കാലത്ത് അനിയൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു അന്ന് തന്നെ വക്കാലത്ത് ഒഴിഞ്ഞ് ബാക്കി രാംകുമാർ സാറിനെ ഏൽപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് കോടതി എന്തോ അങ്ങനെ അറിയില്ല. അതിനകത്ത് അറിയില്ല, ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. നമ്മുടെ ആവശ്യം CBI അന്വേഷണം എന്നുള്ളത് സാധ്യമാകാതെ വന്നാൽ നിലവിൽ നമുക്ക് അവിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ പോയത്. കേസിൻ്റെ സ്ഥിതി സംബന്ധിച്ച് നമുക്ക് സ്വാഭാവികമായ ആശങ്കകൾ ഉണ്ടാവാം അല്ലേ? അതെ അതെ. ഞങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ഒന്ന് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ട്. ഇപ്പം കുറച്ച് നാളായിട്ട് ചില യൂട്യൂബ് ചാനൽസിലൊക്കെ ഞങ്ങളുടെ കൊച്ചച്ഛൻ പ്രവീൺ ബാബുവിനെ പറ്റി ഓരോ അപവാദ പ്രചരണങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. കൊച്ചച്ഛൻ ഞങ്ങളെ ചതിച്ചു, വഞ്ചിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ഇതൊന്നും കൊച്ചച്ഛനെ അറിയാവുന്ന ആർക്കും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. കുറച്ച് പേര് ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് മാറ്റണമെന്നുണ്ട്. അപ്പോൾ ഈ അച്ഛൻ്റെ ഈ ഒരു കാര്യത്തിൽ ഞങ്ങളെപ്പോലെ തന്നെ കൊച്ചച്ഛനും ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നടന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കൊച്ചച്ഛനെ പറ്റി ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ കൂടെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുമ്പം അത് കൊച്ചച്ഛനെക്കാട്ടി കൂടുതൽ അത് ഞങ്ങളെയാണ് വേദനിപ്പിക്കുന്നത്. അതുപോലെയായിരുന്നു അച്ഛനും കൊച്ചച്ഛനും തമ്മിലുള്ളൊരു ബോണ്ട്. അപ്പം ഈ കേസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഓടുന്നത് കൊച്ചച്ഛനാണ്. അപ്പം കൊച്ചച്ഛൻ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന കൊച്ചച്ഛനെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതും. പിന്നെ കേസിൻ്റെ കാര്യങ്ങളൊന്നും കൊച്ചച്ഛൻ ഒറ്റയ്ക്കല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് തന്നെയാണ്, കുറച്ച് ബന്ധുക്കളൊക്കെ ചേർന്നാണ് ഡിസിഷൻസൊക്കെ എടുക്കുന്നത്. പിന്നെ വീണാമണി എന്ന് പറഞ്ഞ ഒരാൾ, അവർ ഞങ്ങളെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനൽസിലൊക്കെ വന്നിരുന്ന് പറയുന്നു. പക്ഷേ ഞങ്ങളെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് കൊച്ചച്ഛനെ കുറ്റപ്പെടുത്തുമ്പോൾ അത് ഞങ്ങളെ വീണ്ടും വേദനിപ്പിക്കുന്നതേ ഉള്ളൂ. അതൊരിക്കലും ഞങ്ങൾക്കൊരു സഹായമല്ല. അപ്പോൾ ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതും അല്ലെങ്കിൽ ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കാതിരിക്കുക. CBI അന്വേഷണം വന്നെങ്കിലേ നീതി കിട്ടൂ എന്ന് തന്നെയാണോ? അതെ അതെ, CBI അന്വേഷണം വന്നെങ്കിലേ ഞങ്ങൾക്ക് നീതി കിട്ടൂ. കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുമ്പോട്ട് പോയത്. ഇനി മുമ്പോട്ട് തന്നെ പോകാൻ തന്നെയാണ്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല ഇപ്പോഴും? ഇല്ല, തൃപ്തിയില്ല. അന്വേഷണം നടക്കുന്നതേ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് തൃപ്തി ഉണ്ടാകുന്നത്? പ്രധാന പ്രതികൾ എല്ലാവരും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അന്വേഷണം നടക്കുന്നില്ലല്ലോ. നമ്മൾ തുടക്കം മുതലേ ഗൂഢാലോചന സംശയിച്ചിരുന്നു, അത് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. മറ്റു ചില ആളുകൾ കൂടി ഈ പ്രതിപട്ടികയിലേക്ക് വരേണ്ടതുണ്ട് എന്നുള്ളത് സ്വാഭാവികമായ സംശയത്തിന്റെ ഭാഗമായി ഉയർന്നു വരികയും ചെയ്തതാണ്. ഇല്ല, ആരും വന്നിട്ടില്ല. അന്വേഷണം നടക്കുന്നതേ ഇല്ല. അന്വേഷണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതി മുൻപാകെ പോയത്. പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ, നമ്മളെ സഹായിക്കുന്നവരെ തളർത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് യൂട്യൂബ് ചാനലുകളിലൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം നമ്മളെ കൂടെ നിൽക്കുന്നവരെ തളർത്തി കഴിഞ്ഞാൽ കേസുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകാതിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ്, ശത്രുക്കളുടെ തന്ത്രമായിട്ട് തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണമില്ല. കുടുംബത്തിൻ്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയിരിക്കുകയാണ്. നവീൻ ബാബുവിൻ്റെ കുടുംബം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. CBI അന്വേഷണം അനിവാര്യമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല, നീതി നിഷേധിക്കപ്പെടുകയാണെന്നുള്ള വിമർശനം തന്നെയാണ് അവർ പങ്കുവച്ചത്. ഇവരുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, CBI അന്വേഷണമെന്ന കുടുംബത്തിൻ്റെ ആവശ്യമാണ്, നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയിരിക്കുന്നത്. ഒപ്പം കുടുംബത്തിൻ്റെ പ്രതികരണവും ഇത്തരത്തിലാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ അപ്പീൽ ഹർജി തള്ളിയിരിക്കുന്നത്. നേരത്തെ സിംഗിൾ ബെഞ്ചും സമാനമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള കുടുംബത്തിന്റെ ഹർജി തള്ളിയ സാഹചര്യത്തിലായിരുന്നു ആ വിധി ചോദ്യം ചെയ്തുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിൽ കുടുംബം അപ്പീൽ നൽകിയത്. CBI അന്വേഷണം അനിവാര്യമാണ് എന്നുള്ളതായിരുന്നു കുടുംബം പ്രധാനമായിട്ടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ മുന്നോട്ട് വെച്ച ഒരു വാദം. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പോരാ, നിലവിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ യാതൊരു തരത്തിലും തങ്ങൾക്ക് സംതൃപ്തിയില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസി തന്നെ ഈ അന്വേഷണം ഏറ്റെടുക്കണം. അത് മാത്രവുമല്ല, ഭരണകക്ഷി നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ആളാണ് പ്രതിസ്ഥാനത്ത്. സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണം അത് കൃത്യതയോടുകൂടി ആയിരിക്കില്ല തുടങ്ങിയ വാദഗതികളായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലും
മുന്നോട്ട് വെച്ചത്. സിംഗിൾ ബെഞ്ച് വിധി അത് വസ്തുതകൾ പരിശോധിക്കാതെയാണ്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവ് റദ്ദാക്കണം. അത് മാത്രമല്ല, ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ വൈരുദ്ധ്യങ്ങളൊക്കെ തന്നെ അതിലൊക്കെ വ്യക്തത വരുത്തണമെങ്കിൽ CBIയുടെ ഇൻവെസ്റ്റിഗേഷൻ അനിവാര്യമാണ് എന്നുള്ളതായിരുന്നു മഞ്ജുഷ നൽകിയ അപ്പീൽ ഹർജിയിലും പ്രധാനപ്പെട്ട വാദം. അത് വളരെ വലിയ രീതിയിൽ വിശദമായിട്ടുള്ള രീതിയിൽ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വാദം കേട്ടിരുന്നു. അതിനിടയിൽ തന്നെ CBI അന്വേഷണം വേണമോ എന്നുള്ളൊരു ചോദ്യം ഇടയ്ക്ക് ഹർജി പരിഗണിച്ച സമയത്ത് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എന്തായാലും ജസ്റ്റിസ് PB സുരേഷ് കുമാർ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അപ്പീൽ ഹർജി തള്ളിയിരിക്കുന്നത്. CBI അന്വേഷണം വേണ്ട എന്നുള്ള ഒരു നിലപാടാണ് ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചത്. സിംഗിൾ രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.